എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് അധികം നിമിഷങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ്. നല്ല 8ന്റെ പണി തന്നെ അനാമികിട്ട് നന്ദു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പണിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് നാണം കെട്ട് തല കുനിച്ച് അനാമിക കണ്ടം വഴി ഓടുവാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ദേവയാനി ആദർശിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, മോനെ ആദർശേ, നീ എങ്ങനെയെങ്കിലും നീ എനിക്ക് ആ കരള് ഭാഗത്ത് തന്ന പെൺകുട്ടിക്ക് ഒരു 50 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയാം. പക്ഷെ ആദർശ് സമ്മതിച്ചില്ല. ആദർശിനറിയാം ഈ പണം ഒരു കാരണവശാലും നയനം മേടിക്കാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല അമ്മയോട് പറയാനും പറ്റില്ല നയനയ്ക്ക് ഈ ചെക്ക് കൊടുക്കുന്നെന്നുള്ള കാര്യം. അമ്മ ഇനിയിപ്പം വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥയൊക്കെ ചിലപ്പോൾ ബോധ്യപ്പെടും. പിന്നീട് ആദർശ് പറഞ്ഞു, ഇതിന്റെ ഒന്നും കാര്യമില്ല അമ്മയെന്ന് പറയാണ്. എന്നാലും മോനെ ഒരു കാര്യം ചെയ്യുക, നീ അവളെ ഒന്ന് ഫോൺ വിളിച്ചാട്ട് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ്. ആദർശ് ആകെപ്പാടെ പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ വിളിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഫോൺ വിളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പദ്ധതികളും പ്ലാനുകളും എല്ലാം പൊളിയും. നയനയുടെ ശബ്ദം കേട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാനും പറ്റും. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഇപ്പൊ സുഖമില്ലാതിരിക്കില്ലേ ആ കുട്ടി, പിന്നെ നമുക്ക് എപ്പോഴേലും പോയി സൗകര്യം പോലെ കാണാം. അമ്മേനെ ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുപോകും. തൽക്കാലത്തേക്ക് ഇപ്പൊ അമ്മ അങ്ങോട്ട് പോകുമൊന്നും വേണ്ടാന്ന് പറയാം. പിന്നെ ഈ 50 ലക്ഷത്തിന്റെ കാര്യം, അതെ, ഈ ചെക്ക് തൽക്കാലത്തേക്ക് അമ്മ അവൾക്ക് കൊണ്ടേ കൊടുക്കുകയൊന്നും വേണ്ട, ഇവിടെ ഇരിക്കട്ടെ. എപ്പോഴെങ്കിലും അമ്മേനും കൂട്ടി ഞാൻ പോകുന്ന സമയത്ത് അമ്മ തന്നെ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയാം. ഇത് കേട്ടോന്ന് ദേവേനെ പറഞ്ഞു, അല്ല മോനെ, അത് പിന്നെ ഞാൻ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. തൽക്കാലത്തേക്ക് ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ ഇത് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. പിന്നീട് ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ദേവേനെ ഓർത്തു, യോ എത്ര നല്ല പെൺകുട്ടി അത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരാണെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിക്കുവോ, അപ്പൊ തന്നെ മേടിച്ചെടുക്കത്തല്ലേ ചെയ്യത്തുള്ളൂ. അതും കരള്, സ്വന്തം കരള് ഒരാൾക്ക് ദാനം കൊടുക്കാന്ന് പറഞ്ഞാൽ, അത് ആരും അല്ലാത്ത ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യം തന്നെയല്ല. അവരുടെ ജീവൻ അവിടത്തെ പെടുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അതെ, അവള് തനിക്ക് കരള് തരാനായിട്ട് തയ്യാറായി. എന്നെങ്കിലും ഒരിക്കലും എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ പോയി കാണണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ആ സമയത്താണ് എനിക്കൊരു കോള് വരുന്നത്. എനിക്ക് കോള് വന്നു കഴിയുമ്പോഴത്തേനും അനി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും നന്ദി ചോദിച്ചു, നീ എങ്ങോട്ടാ അനിയെന്ന് ചോദിക്കുക. അതെ, എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? അതില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാന്ന് പറയണം. ദേ, നിനക്കെന്നാ പറഞ്ഞിട്ട് പോയാലോ? അതിപ്പോ പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. ഓ, ഇനി അവളെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും നീ ഇല്ലെന്ന് ചോദിക്കാം. അത് നിന്നോട് തന്നെ ഞാൻ പറയണേ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. നീ നിന്റെ കാര്യം നോക്ക് അനാമികയെ, കൂടുതൽ എന്നെ ഭരിക്കാൻ വന്നേക്കല്. മാല ഇട്ടേക്കുന്നോണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനാമികയ്ക്ക്. അനാമിക നേരെ ജാനകിയുടെ അടുത്തേക്ക് എല്ലുവാണ്. ജാനകിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനി ഇപ്പൊ എങ്ങോട്ടോ പോയിട്ടുണ്ട്. അവനോട് ഞാൻ ചോദിച്ചിട്ട് എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. അവനിപ്പോ ജ്വല്ലറിയിലൊന്നും പോകുന്നില്ല, അവൻ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. മിക്കവാറും ആ നന്ദുവിനെ കാണാൻ വേണ്ടി പോയതായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ പറഞ്ഞു, അത് ഉറപ്പായിട്ടുള്ള കാര്യമില്ലേ, പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല, അവൻ അങ്ങോട്ട് തന്നെയാ പോയിരിക്കുന്നേ. അവന്റെ കള്ളത്തരം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ എന്ന് പറയണം. അമ്മ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ വിളിച്ചു നോക്കണം അനീനെ. അപ്പൊ അനിയോട് ചോദിച്ചു, നീ എവിടെയാടാ? അതെ, ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാന്ന് പറയണം. നീ എങ്ങോട്ടാ പോന്ന് പറ. അല്ലമ്മ, അത് പിന്നെ എനിക്ക് നയനേടത്തിന്റെ അടുത്ത് വരെ പോണെന്ന് പറയാം. ഇപ്പൊ നീ എന്തിനാ അങ്ങോട്ട് പോണേ? അത് ആവശ്യം ഉണ്ടായിട്ടാ എന്ന് കൂട്ടിയോളം പറഞ്ഞ് അനി അങ്ങോട്ട് കോള് കട്ട് ചെയ്യുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു, കേട്ടില്ലേ പറഞ്ഞ്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ വിശ്വാസം ആയില്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് നവ്യയും മൂർത്തി മുത്തശ്ശനും അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. ഈ അനാമികയുടെ ഒച്ചപ്പാടും ബഹളം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, എന്താ എന്താ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളം എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തൊക്കെയാ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ ഭർത്താവല്ലേ അനി, എന്നെ അവന് മൈൻഡ് ചെയ്യാൻ സമയമില്ല. അവൻ എപ്പം നോക്കിയാലും ആ നന്ദുവിന്റെ പുറകെ നടക്കാനേ സമയമുള്ളൂ. ഇപ്പോഴാണ്ടെ ആ നയനയുടെ അടുത്തേക്ക് പോയിരിക്കുക. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു, കുറച്ചുകൂടെ ബഹുമാനം കൊടുത്ത് സംസാരിക്കണം. ഞാൻ ബഹുമാനം കൊടുത്താൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? എപ്പോഴും എന്തിനാ അവളുടെ വീട്ടിലേക്ക് പോകുന്നേ? ആ നന്ദുവിനെ കാണാൻ തന്നെ ആയിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നേ, അല്ലാതെ മറ്റെന്തിനു വേണ്ടിയിട്ടാ? ഇതിന് മാത്രം അവളുടെ അടുത്ത് പോയിട്ട് അവളെ കാണാൻ എന്താ ഇരിക്കണേന്ന് ചോദിക്കുക. മുത്തശ്ശി പറഞ്ഞു, ദേ അനാമികെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നയനമോളെ അങ്ങനെ നീ കൊച്ചാക്കി കാണുമൊന്നും വേണ്ട. അവൾ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാന്ന് പറയാം. പിന്നെ മൂത്ത മരുമകളായിട്ട് ഇവിടെ വേറെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന അവരുടെ അമ്മായിമ്മ പോലും അംഗീകരിച്ചിട്ടില്ലോ എന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, അത് അവരുടെ അറിവില്ലായ്മ ഉണ്ട്, ദേവയുടെ അറിവില്ലായ്മ ഉണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് നയനമോൾ ഒന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാം. ഇവിടെ എല്ലാവർക്കും അതെ, നയനത്തെ ജീവനാണ്, അത് പോട്ടെ. പക്ഷെങ്കിൽ ആ നന്ദൂരെ കാണാനായിട്ട് അവൻ പോകുന്നേ, ആ 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്റെ അനിയുടെ കല്യാണം കഴിഞ്ഞാൽ
പിന്നെ ഇനി എന്തിനാ നന്ദുവിനെ കാണാനായിട്ട് പോന്നേ? അവന് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടല്ല അനി പോയിരിക്കുന്നത്, നയനെ കാണാനായിട്ടാന്ന് പറയണം. ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ? ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാല് അനി പോയത് ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നയനയ്ക്ക്. അപ്പം നയനയ്ക്കുള്ള മെഡിസിൻ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആദർശാണ് വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ മെഡിസിൻ വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെഡിസിൻ വാങ്ങിച്ചോട്ടെ കൊടുക്കണം. അപ്പം ആദർശിന് പോകാനും പറ്റിയില്ല. ഇങ്ങനെ അനിയാണ് ആ മെഡിസിൻ വാങ്ങിച്ചോണ്ട് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ അത് ഇവർക്ക് അറിയത്തില്ലോ എന്തെല്ലാം ഏതാന്നൊക്കെ. പക്ഷേങ്കിൽ അവര് മൂന്നുപേരും ഒരു തീരുമാനം എടുത്തു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അനാമിക കഴിഞ്ഞ് ജാനകിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളുടെ വീട് വരെ പോകാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, അത് ശരിയാ, നമുക്ക് പോയിട്ട് വരാന്ന് പറയണ. അങ്ങനെ അവരങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങുന്ന സമയത്ത് നവ്യ അങ്ങോട്ട് വരുവാണ്. നവ്യ ചോദിച്ചില്ല, എങ്ങോട്ടാ മൂന്നുപേരും കൂടെ ചോദിക്കണം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? ഞങ്ങൾ എങ്ങോട്ട് വേണം പോകും, ഇനിയിപ്പം നിന്റെ വീട് വരെ ചിലപ്പോൾ പോയെന്ന് വരിക്കും, എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു, എനിക്കെന്ത് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ എന്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എനിക്കറിയാം നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോണേന്നുള്ള കാര്യം അറിയാം. ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ. കാരണം അവിടെ ചെന്ന് എരിപൊരി കയറ്റി കൊടുക്കാനും അവിടെ എന്തൊക്കെയാ നടക്കണേന്ന്, ഒരു പക്ഷെ അനി അങ്ങോട്ട് ചെന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നവ്യക്ക് മനസ്സിലായി. അതുകൊണ്ട് നവ്യ പറഞ്ഞു, ചെന്നിട്ട് വാ, ഇപ്പൊ കിട്ടുമെന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് നവ്യ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. പെട്ടെന്ന് ജലജ പറഞ്ഞു, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇതങ്ങനെ നമുക്ക് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നമുക്ക് പോണമെന്ന് പറയണം. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. നയനയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ഗോവിന്ദനും കനകയും അവിടെ ഉണ്ടായിരുന്നില്ല. നയനയും നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർ രണ്ടും ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനി വരുന്നത്. അനി വന്നിട്ടുണ്ട്, അതെ എടുത്തിട്ട് മെഡിസിൻ തീർന്നു പോയെന്ന് പറഞ്ഞു. ആദർശൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മെഡിസിൻ വാങ്ങിക്കൊണ്ട് വന്നാന്ന് പറയാം. പെട്ടെന്ന് നയന പറഞ്ഞു, അത് പിന്നെ ഇതിന്റെ കാര്യമില്ലായിരുന്നല്ലോ, അതിപ്പം ആദർശമായിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനോടോ അമ്മയോടോ അല്ലെ പിന്നെ നന്ദു ആളിലും പോയി മേടിച്ചോണ്ട് വന്നേനും. അനി ഇപ്പം ബുദ്ധിമുട്ടി വരേണ്ട കാര്യമില്ലായിരുന്നു പറയണം. പെട്ടെന്ന് അനി പറഞ്ഞു, ബുദ്ധിമുട്ടോ ആർക്ക്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നയനടുത്തി, ഞാൻ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? നയനടുത്തേക്ക് ഇത് മേടിച്ചോണ്ട് തരുന്ന കാലത്ത് എനിക്ക് സന്തോഷമുള്ളെന്ന് പറയാ. അല്ല അത് പിന്നെ എനിക്കറിയാം നന്ദു ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നയനടുത്തേക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ നയനടുത്തേക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നയന പറഞ്ഞു, ബാ അകത്തേക്ക് വരാൻ പറയണം. വന്നല്ലേ അതിനോട് കയറി ഇരിക്കാൻ പറയണം. അങ്ങനെ അനിയ കയറിയിരുന്ന് അകത്തിരുന്നു. നന്ദുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വന്നിരുന്നത്. കാറിനകത്തുനിന്ന് അനാമികയും ജലജയും ജാനിയും കൂടെ ഇറങ്ങുവാണ്. അവരങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച നന്ദുവും അനിയും കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു നിമിഷം അത് കണ്ടിട്ട് ജാനയ്ക്കും അനാമിക്കും ഒന്നും സഹിച്ചില്ല. അനാമിക പറഞ്ഞു, ഓഹോ അപ്പൊ ഇതിനു വേണ്ട നീ ഇങ്ങോട്ട് പോന്നില്ലേ? ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് ഇവിടെ വന്ന് നീ കയറിയിരുന്ന് ഇവളുമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ, സല്ലപിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നന്ദുരംഗം സഹിച്ചില്ല. നന്ദു പറഞ്ഞു, ഇതേ അനാമികയെ അനാവശ്യം പറയരുന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ജാനി ചോദിച്ചു, അനാവശ്യം? ഇവിടെ എന്താടി അനാവശ്യം പറഞ്ഞേ? നീ ഇവനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഞങ്ങൾ ആരും വിളിച്ചു വരുത്തിയല്ല, അനി വന്നിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിക്ക് ഒരു മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ വന്നാന്ന് പറയണം. അപ്പോഴേക്കും നയനെ അങ്ങോട്ട് വന്നു. നയനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം തന്റെ കള്ളത്തരം പിടികൂടുവോ, അതോ ഇനി ഇപ്പം വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ, ഇനിയിപ്പം അനി ഇവിടെ വന്ന് നിന്നതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ, എന്തൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അച്ഛനും അമ്മയുടെ ഇല്ല, അതും കൂടി ഓർത്തിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നയനയ്ക്ക്. നയനെ കണ്ടാൻ ജലജ ചോദിച്ചു, അല്ല നിനക്ക് മെഡിസിൻ വാങ്ങിക്കാൻ മാത്രം ഇവിടെ എന്താടേ നിനക്ക് ഇത്ര പ്രശ്നം ഇരിക്കുന്നേ? പെട്ടെന്ന് ജാനകി ചോദിച്ചു, അല്ല ഇനിയും നീ മറ്റോ ആണോ ഇനിയിപ്പം നിന്റെ അമ്മയ്ക്ക് കറള് പാത്തു കൊടുത്തിരിക്കുന്നേ? അങ്ങനെ ആ വഴിയൊന്നുമില്ല, പിന്നെ ചോദിച്ചെന്നുള്ളൂ. അല്ല അത്രയും വലിയ വൈകാരികം കാര്യങ്ങളൊന്നും നിനക്കില്ലല്ലോ, പിന്നെ നിനക്ക് വേണ്ടിട്ട് എന്തിനാ ഇവൻ മെഡിസിൻ വാങ്ങിച്ചോണ്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതിന് പല കാരണങ്ങളും കാണും, ഒരു മെഡിസിൻ വാങ്ങിച്ചോണ്ട് വന്നോർത്തോണ്ട് അതിന് മാത്രം തല പോകുന്ന കാര്യമല്ലോ. നന്ദു വാങ്ങിച്ചോണ്ട് വന്ന ഇപ്പൊ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. അനാമിക പറഞ്ഞു, ഇതൊന്നും അല്ല കാര്യം, എനിക്കറിയാടി, നിനക്ക് ഇവനില്ലാതെ പറ്റില്ല എന്ന് പറയണം. അനി പറഞ്ഞു, അനാമികയെ നീ സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിച്ച് സംസാരിച്ചില്ല നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. പെട്ടെന്ന് അനി പറഞ്ഞു, വേറെ വീടാന്ന് ഞാൻ നോക്കത്തില്ലെന്ന് പറയാം. പിന്നെ എനിക്കറിയാടാ നിന്റെ കയ്യിലേക്ക് എനിക്ക് മുഴുവൻ അറിയാം, ആരും ഇല്ലാത്ത സമയത്ത് ഇവളിങ്ങോട്ട് വിളിച്ചു വരുത്തിയതായിരിക്കും. പോരാത്തിന് ഇവളുടെ ചേച്ചി കൂട്ടും, എന്തൊക്കെയാ നടക്കണെന്ന് ആര് കണ്ടു? അതിന് ചേരുന്ന ഒരു അച്ഛനും അമ്മേ കൃത്യസമയത്ത് തന്നെ രണ്ടുപേരും മുങ്ങിയേക്കുന്നുണ്ടോ? ഇളയ മകൾക്ക് വഴിയൊരുക്കി കൊടുത്തിട്ട് ചേടത്തിനെ കൂട്ടിരുത്തിയിട്ട് അപ്പനും അമ്മയും കൂടെ ഇറങ്ങി പോയേക്കുമെന്ന് പറയണം. പറഞ്ഞു തീരുവല്ല, നന്ദുവിന്റെ കൈ വന്ന് അനാമയുടെ കർണത്തിന്റെ ഒറ്റ അടിയായിരുന്നു. അവള് കറങ്ങി അടിച്ച് നിലത്തിരിക്കണം. ഒറ്റ അടിയിൽ തന്നെ അവള് തറയെ വീണു. കാരണം 4-5 പേരെ ഒറ്റ അടിക്ക് അടിച്ച് നിരപ്പാക്കുന്ന ആളാണ് നന്ദുവിന് ഇത് വല്ലതും പ്രശ്നമാണോ? അനാമയെ വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു നിമിഷം നയനെ
അനി എന്തിനാ ഇത് പറയുന്നു? ഉം. ജാനകി ജലജയ്ക്ക് അന്തം വിട്ടുപോയി. ജലജ ഓർത്ത് ഇനി അടുത്തടുത്ത് എനിക്കിട്ടാണോ കിട്ടുന്നതെന്ന്. പിന്നീട് അവളെ ഇങ്ങോട്ട് പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരക്ഷരം നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ തല്ലി കൊല്ലുമെന്ന് പറയണം. ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് തള്ളി വിടുവാണ്. പിന്നീട് പറഞ്ഞു, ഇനി ഇതുപോലത്തെ വർത്താനം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതല്ല ഇതിലപ്പുറമായിരിക്കും കിട്ടാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ള താക്കിയതാന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കയറിപ്പോവാ. നയനെ ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കും. എന്തൊക്കെയാന്ന് ഓർത്തോണ്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് അനാമികയാണെങ്കിൽ പ്രാഞ്ചി പ്രാഞ്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ, നല്ല സൂപ്പർ വിശേഷങ്ങൾ അതിനെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെല്ലാരും കാത്തിരുന്നാണ് അവൾക്ക് 2 കുറവുണ്ടെന്ന്. എന്താണല്ലോ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തോടുകൂടി തന്നെ അവള് തറയെ വീണുപോയി. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.